ഹായ് ഗെയ്സ്, വെൽക്കം ടു വീലൻ. ഇന്ന് നമ്മൾ അടുത്തറിയുവാൻ പോകുന്നത് ഒരു ചിത്രത്തെക്കുറിച്ചാണ്. എന്താണ് നമ്മുടെ ഈ പ്രപഞ്ചമെന്ന ചോദ്യം വിടാതെ പിന്തുടർന്ന മനുഷ്യകുലം അതിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു മഹാദൗത്യവും നടത്തുകയുണ്ടായി. 1977 സെപ്റ്റംബർ 5 ഫ്ലോറിഡയിലെ കേപ്പ് കനോവറിൽ നിന്നും പറന്നുയർന്ന കഴിഞ്ഞ 47 വർഷമായി ഇന്നും അതിൻ്റെ ദൗത്യം പിന്തുടർന്നു പോരുന്ന ഒരു മഹാദൗത്യം. 1977 പറന്നുയർന്ന ആ പേടകത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു സൗരയൂഥത്തിലെ ഗ്രഹങ്ങളായ വ്യാഴത്തെയും ശനിയും കൂടാതെ അവയുടെ ഉപഗ്രഹങ്ങളെക്കുറിച്ചും വ്യക്തമായ പഠനങ്ങൾ നടത്തുക എന്നത്. അങ്ങനെ അതിൻ്റെ ഭാഗമായി അനേകം മികച്ച ചിത്രങ്ങളും വോയേജർ അന്ന് പകർത്തുകയുമുണ്ടായിരുന്നു. ഗ്രഹങ്ങളെക്കുറിച്ചും ഉപഗ്രഹങ്ങളെക്കുറിച്ചും പഠനം നടത്തിയ വോയേജർ പേടകം നമ്മളിൽ നിന്നും അകന്നു പോകവേ നെപ്റ്റ്യൂണിൻ്റെ ഓർബിറ്റിന് സമീപം എത്തുകയും അന്ന് ജീവിച്ചിരുന്നതിൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ ജ്യോതിശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായ കാൾ സാഗൻ ഒരാശയം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. സൗരയുധത്തിലെ എല്ലാ ഗ്രഹങ്ങളെയും ഉപേക്ഷിച്ച് അകന്നു പോകുന്ന വോയേജർ ഒന്നും കൂടി അവസാനമായി തിരിച്ച് ഭൂമിയുടെ ഒരു ചിത്രം പകർത്തുക എന്നതായിരുന്നു. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു കാര്യം ദൗത്യത്തിൻ്റെ ഭാഗമല്ലാതിരുന്നിട്ടും ശാസ്ത്രപരമായ പുതിയ അറിവുകൾ അങ്ങനെയൊരു ചിത്രം നൽകുക ഇല്ലാതിരുന്നിട്ടും കാളന്ന് ആ ചിത്രം എടുക്കുവാനായി നാസയെ നിർബന്ധിക്കുകയുണ്ടായി. കാരണം അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇത്രയും വിശാലമായ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യകുലം എവിടെയാണ് എന്നുള്ളതിൻ്റെ. അങ്ങനെ 1990 ഫെബ്രുവരി 4 ഭൂമിയിൽ നിന്നും 6 ബില്യൺ കിലോമീറ്ററുകൾക്കും അപ്പുറം പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് വോയേജർ ആ ചിത്രവും പകർത്തുകയുണ്ടായി. കറുത്തിരണ്ട ഒരു ആകാശത്ത് അനേകം ആകാശഗോളങ്ങൾക്കൊപ്പം ഒരു കുഞ്ഞു നീല കുത്തായി ഈ കൊച്ചു ഭൂമിയും. ഇതിനെ നോക്കി കാൾ സാഗൻ ഇങ്ങനെ പറഞ്ഞു, നോക്കൂ, ആ കാണുന്ന കുഞ്ഞു നീലത്തുള്ളി അത് നമ്മുടെ ഭൂമിയാണ്. നമുക്കാകെ അറിവുള്ളതും അത് മാത്രമായിരുന്നു. എല്ലാവരും ജനിച്ചതും മരിച്ചതും, എല്ലാ യുദ്ധവും സമാധാനവും സന്തോഷവും സങ്കടവും, എല്ലാ മതവും അന്ധവിശ്വാസവും സംസ്കാരവും നരവംശവും എല്ലാം അരങ്ങേറിയത് ആ കുഞ്ഞു നീല തുള്ളിയിലായിരുന്നു. അങ്ങനെ ഈ ഒരു ചിത്രം ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഈ വലിയ പ്രപഞ്ചത്തിൽ നമ്മുടെ അറിവുകൾ എത്ര ചെറുതാണ് എന്നുള്ളതിൻ്റെ മറ്റൊരു ഓർമ്മപ്പെടുത്തലുകൾ കൂടി. മതവും ജാതിയും വർഗവും വർഗീയതയുമല്ല, പകരം നമ്മൾ തിരിച്ചറിയാനുള്ള മറ്റനേകം കാര്യങ്ങളുണ്ട് എന്നുള്ളതും തെറ്റായ ചിന്തകളിൽ നിന്നും പുറത്തു വരുവാനുള്ള മനുഷ്യകുലത്തിൻ്റെ മറ്റൊരു ഓർമ്മപ്പെടുത്തലുകൾ കൂടി. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് പറയുക കേട്ടോ. പിന്നെ ഓഫ് കോഴ്സ് എനിക്ക് ഈയിടെയായിട്ട് അത്യാവശ്യം പനിയുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് സൗണ്ട് മോഡുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ശബ്ദവും ഇടറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിന് ഞാൻ നിങ്ങളുടെ അടുത്ത് ക്ഷമയും ചോദിക്കുന്നു. ഓക്കെ, ടാറ്റാ ബൈ ബൈ. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.